പിന്നെ ഉണ്ടല്ലോ, ഇന്നലെ ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ അമ്മയും അനിയത്തിയും അമ്മമ്മയും കുഞ്ഞമ്മയും എന്നുകൊണ്ട് എല്ലാവരും കുടുംബക്കാരൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഓരോ സാധനങ്ങൾ എടുക്കാനും പിടിക്കാനൊക്കെ കുനിയുകയും നിവരെയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം മറ്റുള്ളവരും കാണും, പക്ഷെ അവരാരും ഒന്നും പറയാറില്ല അപവാദങ്ങൾ. ഞങ്ങൾ കണ്ടേ, നിങ്ങളുടെ സാധനം കണ്ടേ, അപ്പോൾ മറ്റേ സാധനം കാണിക്കേ ഒന്നും പറയാറില്ല. എന്താണെന്നറിയോ? മാന്യത എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കാരണം അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് അവർക്ക് അറിയാം, ആ റൂൾസ് അറിയാം. അതിൽ ഞാൻ ചോദിക്കില്ല എന്ന്. കാരണം ചിലപ്പോൾ വിവരവും വിദ്യാഭ്യാസവും കുടുംബം പറയാൻ പറ്റില്ല. ചിലപ്പം നല്ല കുടുംബത്തിലാവും, അല്ലാത്ത കുടുംബത്തിന് എന്തായാലും ശരി, അവർ പറയില്ല. അവർക്കറിയാം ഞാൻ ആ സാധനത്തിൽ കൂടിയാണ് വന്നതെന്നും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അമ്മ എനിക്കുണ്ടെന്നും, ഇതുപോലത്തെ ഒരു പെങ്ങൾ എനിക്കുണ്ടെന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അറിയാതെ എങ്ങാനും കണ്ടെന്നിരിക്കും. അപ്പോൾ ഞാനവിടെ കാണാതിരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് ആ ചേട്ടന്മാരെന്ത് ചെയ്യും? മിണ്ടാണ്ട് പോവും. എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളാണ്. അല്ലാണ്ട് ചേട്ടൻ്റെ വീട്ടുകാരുടെ ഒന്നും ആരും കാണുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു പണിയില്ലേന്ന് കേട്ടോ ചേട്ടാ. ഇഷ്ടംപോലെ പണിയുണ്ട്. സോഷ്യൽ മീഡിയ നമുക്ക് യൂട്യൂബ് തരുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഇതും ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഇതൊരു ജോലീൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവക്കൊക്കെ വേറെ പണിയില്ല, കിടന്നുറങ്ങിക്കൂടെ? ഇല്ല കേട്ടോ, ഉറക്കമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നോക്കുമ്പോൾ യൂട്യൂബ് നമുക്ക് പൈസയും തരുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല കാര്യമല്ലേ. പിന്നെ എനിക്ക് തമാശ പറയാനും സംസാരിക്കാനും കുറേ ഇഷ്ടം, അത് കേൾക്കാൻ കുറേ ആൾക്കാർ. ഞാൻ അങ്ങനൊരു തമാശ പറഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എൻ്റെ തമാശ കേട്ടിരിക്കാൻ അവർ മെസ്സേജ് ഇതാക്കും. എന്നുള്ളൊരാൾ നീറ്റിനാണെന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ നമ്മൾ മെസ്സേജിക്കുന്നത് റീഡ് ചെയ്യും, എന്നിട്ട് ചിരിക്കും. എൻ്റെ ചിരി കാണാൻ അവർ കയറി വരുന്നുണ്ട്. പിന്നെ എനിക്ക് സമാധാനം, അവർക്ക് സമാധാനം. പിന്നെ കുറേ തമാശകൾ പറയുന്നു, പിന്നെ കുറേ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് ടോണ്ട് ചേട്ടന്മാരുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെ ബോഡി പാർട്സിനെ കുറിച്ച് ഒന്നും ഉളുപ്പില്ലാതെ വന്നിരുന്ന് പറയരുത്. കാരണം അവിടെ വളരെ വളരെ റെസ്പെക്റ്റായിട്ട് കാണേണ്ടതും വളരെ അതിവ്രതമായി കാണേണ്ടതുമായ ഒരു സ്ഥലമാണ് ചേട്ടന്മാരിങ്ങനെ വെളിവില്ലാണ്ട് വിളിച്ച് പറയുന്നത്. എല്ലാവരും ഇല്ല കേട്ടോ, ചിലപ്പോൾ ചേച്ചിമാരും ഉണ്ടാവും പറയുന്നത്. ചേച്ചിമാർ കൊട്ടേഷൻ കൊടുക്കുന്നവരുണ്ടാവും, മനസ്സിലായോ? അതൊക്കെ പറയുമ്പോൾ ഓർക്കുക. അവിടെ കൂടെയൊക്കെയാണ് വന്നത് ചേട്ടൻ. പിന്നെ അമ്മേൻ്റെ മുലപ്പാൽ കുടിച്ചിട്ടാണ് വന്നത്. പിന്നെ ചേട്ടനൊരു ഇതൊക്കെ ഒരു 4 വയസ്സ് വരെയൊക്കെ കണ്ടിട്ടുണ്ടാവണം എന്തായാലും. ചേട്ടന്മാരിൽ ചേച്ചിമാരായാലും അമ്മയൊക്കെ കുളിക്കാൻ പോകുമ്പോൾ കൂടെ പോവുകയും അവരുടെ ഒപ്പം ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ വലുതാകുമ്പോഴും ഓർക്ക് ഇതൊക്കെ റെസ്പെക്റ്റായിട്ട് കാണേണ്ട സാധനമാണ്. അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല എന്ന്, ഇതൊന്നും ഇങ്ങനെ പബ്ലിക്കായിട്ട് പെണ്ണുങ്ങളോടൊന്നും പറയരുത് എന്നുള്ള ഓർമ്മ വേണം. ഇതെല്ലാം എല്ലാ മക്കൾക്കും, എല്ലാ പെണ്ണുങ്ങൾക്കും ഒട്ടുകാന്ന് കൊടുക്കണം. അല്ലാണ്ട് ചേട്ടൻ്റെ അമ്മയ്ക്ക് വേറെ നമുക്ക് വേറെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ കേട്ടിട്ടും വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ നല്ലൊരു സൈക്യാട്രി ഡോക്ടറെ കണ്ടിരിക്കണം കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ ചിലപ്പോൾ സ്പീഡിൽ എന്തെങ്കിലും എടുക്കുമ്പം കുനിയും, ചിലപ്പോൾ പൊത്തിപ്പിടിച്ചെന്നിരിക്കില്ല. ഈ പൊത്തലിന് എന്താണെന്നാണ് അവിടെ ഇച്ചിരി കാണുന്നതുകൊണ്ട് എന്താണെന്നാണെന്ന് എനിക്കറിഞ്ഞുകൂടാത്തതുകൊണ്ട്. അമേരിക്കയിലൊക്കെ ഷട്ടിയും പ്രായം ഇട്ട് കിടന്നിട്ട് അവിടെ ഒരു പീഡനം നടക്കുന്നില്ല. ഇവിടെ എങ്ങാനും ഷട്ടിയും പ്രായം ഇട്ട് നടന്നാലും അയ്യോ, തിരിച്ച് വരുമ്പോൾ എല്ലാം നഖം ഉണ്ടാവുമായിരിക്കും. എൻ്റെ കയ്യിലാണെങ്കിൽ കുറേ ചത മാത്രം. കർത്താവേ രക്ഷിക്കണേ, പഠിച്ചവനേ കാത്തോളണേ. അപ്പം നന്നാവോ? എൻ്റെ കൂട്ടത്തിൽ വരുന്ന ചെക്കന്മാരൊക്കെ പാവാട്ടോ. നിങ്ങളൊക്കെ നല്ല കുട്ടികളാട്ടോ, നോക്കരുതേ. ഇങ്ങനെ ഒരുവട്ടം മാഞ്ഞോളം കേട്ടോ. നിങ്ങൾക്കുണ്ടാകുന്ന പാർട്ട്ണറെ നോക്കാവൂ കേട്ടോ. നോക്കിയാൽ അതിനെക്കുറിച്ച് പറയരുത്, നോക്കുമായിരിക്കും സ്വാഭാവികം. പിന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടെ കാണിക്കുക, ഇതൊക്കെ ഡോണ്ട് ചോദിക്കരുത് കേട്ടോ. നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ചോദിക്കുക. വഴിയെ പോകുന്ന എല്ലാവരോടും ചോദിക്കരുത്, ഇഷ്ടപ്പെടില്ല. നല്ല അടി തരും, ഗുമ്മനെ ഇടി കിട്ടും, അറിയുവാ. ഞാൻ നല്ല അടിയും തരും, ഇടിയും തരും, ചവിട്ടും തരും, കൊത്തും തരും. വേണമെങ്കിൽ നല്ല മോട്ട് സൂചി എടുത്ത് കൈയെടുത്ത് ചുമരിൽ തറച്ച് എനിക്ക് ദേഷ്യം തീരുന്നവരെ കൈ ഇങ്ങനെ പിടിച്ച് ചുമരിൽ വയ്ക്കുന്നിട്ട് മോട്ട് സൂചി വെച്ച് പടയെന്ന് പറഞ്ഞ് അടിക്കും. സൂക്ഷിച്ചോ.
എന്നാൽ പിന്നെ ബൈ.